കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിട്ടുള്ള നല്ല നിമിഷത്തിനായി കർത്താവിന് മഹത്വപ്പെടുത്തുന്നു. ഒരു പ്രാവശ്യം കൂടെ HTCയുടെ 4-ാം യാമത്തിൻ്റെ മീറ്റിങ്ങിൽ കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ ആയുസ്സും ആരോഗ്യവും കൃപയും നൽകിത്തന്ന സർവകൃപാലുവായ ദൈവത്തിന് എല്ലാ മഹത്വവും കരയറ്റുകയും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം പഠിച്ചുകൊണ്ട് വന്ന വിഷയത്തിലേക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. നമ്മൾ വാഗ്ദത്തം എന്ന വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ദൈവവചനം ധ്യാനിച്ചത്, നാം പഠിച്ചത്. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ആസ്പദമാക്കി നാം വാഗ്ദത്തത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ വാഗ്ദത്തം ചെയ്യുന്ന ആൾക്കുള്ള സ്വഭാവം, ആളുടെ കഴിവ്, ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഒരാൾ വാഗ്ദത്തം ചെയ്താൽ ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാനുള്ള 2 ക്രൈറ്റീരിയ, 2 മാനദണ്ഡങ്ങൾ: 1 അയാളുടെ സ്വഭാവം, 2 അയാളുടെ കഴിവ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ആവർത്തിക്കാൻ സമയമില്ല. നമുക്ക് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ കഴിഞ്ഞ 1-ാമത്തെ ക്ലാസ്സിൽ കണ്ടു. അവൻ വ്യാജം പറയാൻ മനുഷ്യനല്ല, അവൻ കൽപ്പിച്ചാൽ നിവർത്തിക്കുന്ന ദൈവമാണ്, അവൻ ഭോഷ്ക് പറയാത്ത ദൈവമാണ്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്വഭാവമുള്ളവനാണ് നമ്മളോട് വാഗ്ദത്തം ചെയ്തത്. 2 അവൻ്റെ കഴിവ്. എഫേസ്യ ലേഖനത്തിൽ നിന്നും ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ കാണുകയുണ്ടായി. ചോദിക്കുന്നില്ലും നനയ്ക്കുന്നില്ലും അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിവുള്ള ദൈവമെന്നാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ ദൈവം കഴിവുള്ള ദൈവമാണെന്ന് നമ്മൾ വാക്യങ്ങൾ വായിച്ച് തെളിയിച്ചു പോയി. അതുമാത്രമല്ല, 2-ാമത്തെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും കഴിയാത്തതിനുള്ള ചില മാനുഷികമായ ബുദ്ധിമുട്ടുകൾ, നമ്മളതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത വിഷയം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അതേപടി വിശ്വസിക്കുവാനും ആ വാഗ്ദത്തങ്ങളിലും ആശ്രയിക്കുവാനും കഴിയാത്ത ചില മാനുഷികമായ ബുദ്ധിമുട്ടുകൾ. അതിലൊന്നാമത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു? വാഗ്ദത്തം നിവർത്തിപ്പാനുള്ള താമസം. താമസം എന്നുള്ളത് ദയവായി ശ്രദ്ധിക്കുക. താമസം എന്നുള്ളത് മാനുഷികമായി നമ്മുടെ ഭാഗത്തു നിന്നാണ്. പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം താമസിപ്പിക്കുന്നേ ഇല്ല എന്ന് നമ്മൾ കണ്ടു. എങ്കിലും മാനുഷികമായി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാനും അതിൽ ആശ്രയിക്കാനുമൊക്കെയുള്ള നമ്മുടെ മാനുഷിക ബുദ്ധിമുട്ടുകൾ, 1 വാഗ്ദത്തം ദൈവം നിവർത്തിപ്പാൻ താമസിക്കുന്നു എന്നുള്ള വിഷയമായിരുന്നു. നമ്മളതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, മറികടക്കാം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതൊക്കെ യൂട്യൂബിൽ അവൈലബിളാണ്, നിങ്ങൾക്കതിൽ കേൾക്കുവാൻ കഴിയും. ഇന്ന് നമ്മൾ 3-ാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉണ്ട്. പക്ഷേ ആ വാഗ്ദത്തങ്ങളെ അതേപടി വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും കഴിയാത്തതിലുള്ള മാനുഷികമായി നാം നേരിടുന്ന 2-ാമത്തെ കാരണം, നമ്മളതിലേക്കൊന്ന് പോകുകയാണ്. സ്തോത്രം. 2-ാമത്തെ കാരണത്തിന് നമുക്കിങ്ങനെ ഒരു പേര് കൊടുക്കാം: സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. ഇംപ്രോബബിലിറ്റി എന്നാണ് അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര്. സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. എന്താണ് ഒരു വാഗ്ദത്തം? നമ്മൾ കേട്ടാൽ ആ വാഗ്ദത്തം ഇംപ്രോബബിലിറ്റിയാണ്. ഇതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അത് നിമിത്തം
ആ വാഗ്ദത്തത്തിൽ ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും നമുക്ക് മാനുഷികമായൊരു ബുദ്ധിമുട്ട് നേരിടുന്നു. ഇന്നലെ കൂടെ ഞാൻ ഒരാളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എപ്പോഴും ഒരിക്കലും സംഭവിപ്പാൻ സാധ്യതയില്ല എന്ന് തോന്നിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ഇംപ്രോബബിലിറ്റി ആയിട്ടുള്ള, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളായിട്ടാണ് ചില വാഗ്ദത്തങ്ങളെ നമുക്ക് തോന്നുന്നത്. അതാണ് നമുക്കതിൽ വിശ്വസിക്കാനും ആശ്രയിക്കുവാനും മാനുഷികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ ഒരു കാരണം. സ്തോത്രം. നമുക്ക് ആ വിഷയം ഒന്ന് തെളിയിക്കാൻ നമുക്ക് ചില വിഷയങ്ങളിലേക്ക് പോകണം. എങ്കിലും ഞാൻ ഈ വാഗ്ദത്തത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ തിരുവെഴുത്ത് വായിച്ചപ്പം വാഗ്ദത്തത്തെക്കുറിച്ചൊരു മനോഹരമായൊരു വാക്യം എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ദൈവാത്മാവ് നൽകി തന്നു. പഴയ നിയമത്തിൽ നിന്നാണ്. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 23-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ അവസാനിക്കുകയാണ്. അതിൻ്റെ 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ, യോശുവ 23:14 വാഗ്ദത്തത്തെക്കുറിച്ച് യോശുവ ഇസ്രായേൽ മക്കളോട് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതെനിക്ക് വളരെ മനോഹരമായി, നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ മനോഹരമായി തോന്നിയുകൊണ്ടാണ് ആ വാക്യം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യോശുവ എന്താണ് ഇസ്രായേൽ മക്കളോട് പറയുന്നത്? യോശുവ പറയുന്നു, ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. ഇവിടെ വാഗ്ദത്തം എന്ന ഒരു വാക്കില്ല. പക്ഷേ ഇവിടുത്തെ വാഗ്ദത്തം എന്താണ്? അവിടെ എഴുതിയിരിക്കുകയാണ്, യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള. ആ അരുളി ചെയ്തിട്ടുള്ള എന്നുള്ളതാണ് യഹോവയായ ദൈവം ഇവരോട് പറഞ്ഞ വാഗ്ദത്തം. ആ വാഗ്ദത്തം എങ്ങനെയുള്ളതായിരുന്നു? സകല നന്മകളിലും വെച്ച് ഉണ്ടല്ലോ. ഇപ്പോൾ ദൈവം ഇവർക്ക് കുറേ നന്മകൾ ചെയ്യുമെന്ന് എന്ത് ചെയ്തു? വാഗ്ദത്തം ചെയ്തു. ഒത്തിരി നന്മകൾ ചെയ്യുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ഇതിനെന്താ സംഭവിച്ചത്? അതിലൊരെണ്ണം പോലും താഴോട്ട് വീണില്ല. ദൈവം വാഗ്ദത്തം ചെയ്ത, ഒത്തിരി നന്മകൾ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്ത ആ ഒറ്റ വാഗ്ദത്തങ്ങൾ പോലും, ഒത്തിരി വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും താഴോട്ട് വീണില്ലെന്ന് എന്ന് പറഞ്ഞാൽ, വീഴ്ച സംഭവിച്ചില്ലെന്ന് എന്ന് പറഞ്ഞാൽ, ഒന്നും സംഭവിക്കാതിരുന്നിട്ടില്ല. ഇതാണ് നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. സ്തോത്രം. ഇത് പഴയ നിയമ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് യോശുവ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് വാഗ്ദത്തവുമായി ബന്ധപ്പെട്ട് മനോഹരമായൊരു പദമാണ്. നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു വാഗ്ദത്തം, അതിൽ വിശ്വസിക്കാനും അതിൽ ആശ്രയിക്കാനും കഴിയാതെ മാനുഷികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഒന്നാമത്തേത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവം വരുത്തുന്ന താമസം. അതാണ് മാനുഷിക വിചാരം. ദൈവം താമസം വരുത്തുന്നില്ല, എല്ലാം റൈറ്റ് ടൈമിലാണ്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നു താമസം വരുന്നുവെന്ന്. ആ ചിന്തയാണ് വാഗ്ദത്തത്തിൽ ആശ്രയിക്കാനും വാഗ്ദത്തത്തിൽ വിശ്വസിക്കാനും ഉണ്ടാകുന്ന മാനുഷിക ബുദ്ധിമുട്ടുകൾ ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു,
ഇംപ്രോബബിലിറ്റി എന്നുള്ളതാണ്. സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. ചില ദൂത് കേട്ടാൽ, ചില വാക്തത്വം കേട്ടാൽ ഒരിക്കലും സംഭവിപ്പാൻ സാധ്യതയില്ല. സാധ്യത ഉണ്ടെന്ന് തോന്നുന്നതിനെ മാത്രമേ നമ്മൾ എന്തു ചെയ്യുള്ളൂ? വിശ്വസിക്കുന്നുള്ളൂ. സാധ്യതയില്ല. നമുക്ക് ചില വാക്യങ്ങളിലേക്ക് പോകാം. എബ്രായ ലേഖനത്തിൽ നിന്ന് 11-ാം അധ്യായം നമുക്ക് ശ്രദ്ധിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം. അതിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായി ശ്രദ്ധിക്കാം. വിശ്വാസത്താൽ സാറയും വാക്തത്വം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായവനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽത്തരി പോലെയും സന്തതി ജനിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് മാത്രമല്ല, അബ്രഹാമിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. എബ്രായ ലേഖനം മാത്രമല്ല, റോമാലേഖനത്തിലും ഇതേ വിഷയം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അനുബന്ധമായിട്ടൊന്ന് നോക്കിപ്പോകാം. പിന്നീട് നമുക്ക് വാക്യം വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, നിന്റെ സന്തതി യുവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവുമാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തു. അവൻ വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 3 പ്രാവശ്യം വാക്തത്വമെന്ന് ഈ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. 3 പ്രാവശ്യം. 18-ാം വാക്യത്തിൽ അരുളി ചെയ്തിരിക്കുന്നത് പോലെ അത് വാക്തത്വമാണ്. കൂടാതെ 20-21 വാക്യങ്ങളിൽ വാക്തത്വമെന്ന് തന്നെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വാക്തത്വത്തിങ്കൽ 20-ാം വാക്യം. 21-ാം വാക്യം അവൻ വാക്തത്വം ചെയ്തത്. 3 പ്രാവശ്യം വാക്തത്വം എന്ന പദം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. സ്തോത്രം. എന്താണ് ഇവിടെ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം? ഇംപ്രോബബിലിറ്റി എന്താണ് ഇവിടുത്തെ? വാക്തത്വം സംഭവിക്കാൻ സാധ്യതയില്ല. എന്താണ് ഇവിടുത്തെ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം? സ്തോത്രം. വാക്തത്വം എന്താണ്? അബ്രഹാമിനും സാറയ്ക്കും ദൈവം തലമുറയെ കൊടുക്കുമെന്നും തലമുറകളെ കൊടുക്കുമെന്നുള്ളതാണ് വാക്തത്വം. അതാണല്ലോ നമ്മൾ വായിച്ചത് 18-ാം വാക്യത്തിൽ. എന്താണ് വാക്തത്വം? ബഹുജാതികൾക്ക് പിതാവാകും. സ്തോത്രം. അതുമാത്രമല്ല, വീണ്ടും വാക്തത്വം കിടക്കുകയാണ്. ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് മാത്രമല്ല, പിന്നെ ആ ബഹുജാതികൾക്ക് അബ്രഹാം പിതാവാകുമെന്ന് മാത്രമല്ല, അബ്രഹാമിൻ്റെ മകനിലൂടെ അബ്രഹാമിന് വേറെ ഒത്തിരി സന്തതികൾ ഉണ്ടാകുമെന്നും വാക്തത്വം കിടക്കുകയാണ്. സ്തോത്രം. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 18-ാമത്തെ വാക്യം, 17-ഉം 18-ഉം വായിക്കുമ്പോൾ 17-ാം വാക്യത്തിൻ്റെ അവസാനം കിടക്കുന്ന വാക്തത്വം ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. 18-ാം വാക്യത്തിലെ വാക്തത്വം എന്താണ്? നിൻ്റെ സന്തതി യുവണ്ണമാകും. നോക്കി, അപ്പോൾ 2 വാക്തത്വം കിടപ്പുണ്ട്. ഒന്ന് ബഹുജാതികൾക്ക് പിതാവാകും, 2 നിൻ്റെ സന്തതി യുവണ്ണമാകും. അബ്രഹാമിന് ഇസഹാക്കിലൂടെ നിരവധി സന്തതികൾ വരും, അല്ലെങ്കിൽ ഇസഹാക്ക് എന്ന സന്തതി ഇങ്ങനെയാകും. ശക്തമേറിയ വാക്തത്വം കിടക്കുകയാണ് അബ്രഹാമിന്. പക്ഷേ ആ വാക്തത്വം സംഭവിക്കാൻ സാധ്യതയില്ലാത്തതായി മാറി. ഇംപ്രോബബിലിറ്റി എന്താണ് ഇവിടെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറയാൻ കാരണം? എടുത്തു പറയാവുന്ന 3 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, അബ്രഹാമിന് മക്കളുണ്ടാകുവാനുള്ള പ്രായം കഴിഞ്ഞു.
അബ്രഹാമിന് മക്കൾ ഉണ്ടാകുവാനുള്ള പ്രായം കഴിഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് ആ 19 വാക്യം പറയുന്നു, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ. നോക്കിയേ, സ്തോത്രം, പ്രായം കഴിഞ്ഞു. ഏജ് ഒരു വിഷയമാണോ? ചില ആളുകൾക്ക് ഏജ് ഒരു വിഷയമാണ്. കാരണം ജോലിയിൽ പോലും ചില ആളുകൾ എന്നോട്, പാസ്റ്ററെ എനിക്ക് ഇത്ര ഏജ് ആയതുകൊണ്ട് ആ ജോലി റിജക്റ്റ് ആയിപ്പോയി, ഇനി വിസ പുതുക്കോ സംശയമാണ്, ഏജ് ഇത്ര. ഏജ് വെറും നമ്പറാന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ചില കാര്യങ്ങളിൽ ഏജ് ഒരു പ്രായം തന്നെയാണ്. പലയിടത്തും അത് റെസ്ട്രിക്ഷൻസുകളുണ്ട്. അബ്രഹാമിൻ്റെ വാഗ്ദത്തം കിടക്കുന്നു എങ്കിലും ആ വാഗ്ദത്തത്തിന് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വാഗ്ദത്തമായി നമുക്ക് തോന്നുവാനുള്ള പ്രധാന കാരണം അബ്രഹാമിൻ്റെ പ്രായം കഴിഞ്ഞു. 1. 2, പുത്രോൽപാദനത്തിനുള്ള ശക്തി ഇല്ല, അല്ലെങ്കിൽ പുത്രോൽപാദനത്തിനുള്ള കഴിവ് ഇല്ല. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ നമ്മളത് വായിച്ചതാണ്, പുത്രോൽപാദനത്തിനുള്ള കഴിവില്ല. 3, നിർജീവത്വം. സ്തോത്രം. 19 വാക്യത്തിൽ അബ്രഹാമിൻ്റെ നിർജീവത്വവുമുണ്ട്, സാറയുടെ നിർജീവത്വത്തെക്കുറിച്ചും പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ: 1 പ്രായം, 2 പുത്രോൽപാദനത്തിനുള്ള ശക്തി അല്ലെങ്കിൽ പുത്രോൽപാദനത്തിനുള്ള കഴിവില്ലായ്മ, 3 നിർജീവത്വം ശരീരത്തിൻ്റെ. നോക്കുക പ്രിയപ്പെട്ടവരെ, കഴിവില്ലായ്മയും നിർജീവത്വവും കൂടെ വന്നപ്പോൾ, ഏജും കൂടെ വന്നപ്പോൾ സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു വാക്തത്വമാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ തന്നെ. ഒരു എക്സാമ്പിൾ പറയാം. സാധാരണ ചില ആളുകൾ പറയുന്നത് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജോ ഒക്കെ ആണെങ്കിൽ രക്ഷപ്പെടാം എന്നൊക്കെ പറയുന്നുണ്ട്. 4th സ്റ്റേജിലേക്ക് കയറിയാൽ പിന്നെ കീമോ ചെയ്താലും എന്തോ ചെയ്താലും സാധ്യതയില്ല എന്നാണ് പറയുന്നത്. എനിക്ക് ക്യാൻസർ സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ഒരു ഡോക്ടർ തന്നെ കഴിഞ്ഞിടെ എന്നോട് പറഞ്ഞു, കീമോ ചെയ്താൽ അല്ലെങ്കിൽ ഇത് ചെയ്താൽ 4th സ്റ്റേജ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നിൽക്കുമെന്നേ ഉള്ളൂ, പൈസയും പോകും ആളും പോകുമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം വ്യക്തം, അതിൻ്റെ അർത്ഥം സാധ്യതയില്ല, പിന്നെ കുറച്ചൊക്കെ പിടിച്ച് നിർത്താം, ദാറ്റ്സ് ഓൾ. ഇത് തന്നെയാണ് അബ്രഹാമിൻ്റെ കാര്യത്തിലും. വാഗ്ദത്തം കിടപ്പുണ്ട്, പക്ഷേ അത് നിവർത്തിക്കാൻ സാധ്യതയില്ല. കാര്യം കഴിവുകേട് ഒരു ഭാഗത്ത്, നിർജീവത്വം ഒരു ഭാഗത്ത്, ഏജ് മറ്റൊരു ഭാഗത്ത്. സ്തോത്രം. സാധ്യതയുമില്ല, കഴിവുമില്ല. എന്തായിരുന്നു അബ്രഹാമിൻ്റെ പേര്? അബ്രഹാമിൻ്റെ പേര് പണ്ട് അബ്രാം എന്നായിരുന്നു. അബ്രാം എന്ന വാക്കിൻ്റെ അർത്ഥം എ ഗ്രേറ്റ് ഫാദർ എന്നാണ്, മഹാനായ പിതാവ്. എ ഗ്രേറ്റ് ഫാദർ, മഹാനായ പിതാവ്. എന്നാൽ അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം ഫാദർ ഓഫ് മെനി ചിൽഡ്രൻസ് എന്നാണ്. ഫാദർ ഓഫ് മെനി ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാൽ അനേക സന്തതികളുടെ അപ്പൻ. നിങ്ങളൊരു കാര്യം ഓർക്കണം, അബ്രാം എന്ന പേര് മാറ്റി അബ്രഹാം എന്ന പേരിലേക്ക് ദൈവം മാറ്റിയത് അബ്രഹാമിന് മക്കൾ ഉണ്ടായിക്കഴിഞ്ഞല്ല, അബ്രഹാമിന് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പാണ് അബ്രാം എന്ന പേരിൽ നിന്ന് അനേക സന്തതികളുടെ അപ്പൻ എന്ന അബ്രഹാം എന്ന പേരിലേക്ക് ദൈവം ഈ മനുഷ്യനെ മാറ്റിയത്. തനിക്ക് മക്കൾ ഉണ്ടായിക്കഴിഞ്ഞല്ല, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പാണ് ദൈവം മാറ്റിയത്. സ്തോത്രം. നമ്മൾ അബ്രഹാമിൻ്റെ വീട്ടിലോട്ട് ചെല്ലാം, അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ചെന്നാൽ അബ്രഹാമിനെ ഒന്ന് പരിചയപ്പെടാം. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെ വിളിച്ചിട്ട് പറയും, ഇത് എൻ്റെ ഭാര്യ സാറയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, മക്കളൊന്നും ഇല്ലേ? അബ്രഹാം പറയും, ഇല്ല, പിള്ളേരില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പേര് അനേക സന്തതികളുടെ അപ്പൻ എന്നാണല്ലോ പേര്. അബ്രഹാം പറയും, സ്തോത്രം, ഇപ്പോൾ പിള്ളേരില്ല,
പക്ഷെ ഉണ്ടാകുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗാഡ്. ഉണ്ടാകുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് 21-ാമത്തെ വാക്കിൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? ശരീരം നിർജീവത്വമായിട്ടും കഴിവില്ലായ്മ നിലനിൽക്കുമ്പോഴും പ്രായം ഓവറായി പോയിട്ടും ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് താൻ നമ്മോട് പറയും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് 21-ാം വാക്യത്തിൽ, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഏത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണെന്ന് തോന്നുന്ന വാഗ്ദത്തങ്ങളെയും അതിനെ സംഭവിക്കാൻ സാധ്യതയുള്ള തലത്തിലേക്ക് ഉയർത്താൻ കഴിയുന്നൊരു വിശ്വാസമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അബ്രഹാം വിശ്വസിച്ചതുപോലെ നാമും വിശ്വസിക്കുമെന്ന് ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുകയാണ്. നിർജീവത്വമുണ്ട്, കഴിവുകേടുണ്ട്, അസംഭ്യമാണ് കേട്ട വാഗ്ദത്തം. ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ കേട്ട വാഗ്ദത്തത്തെ ദൈവം നിവർത്തിക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. ഇതാണ് ദൈവം നിന്നിൽ നിന്ന് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി. ഈ വിശ്വാസമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്താണ്? സ്തോത്രം. നമ്മുടെ ലൈഫിൽ സ്തോത്രം എന്തെല്ലാം നിർജീവത്വമുണ്ടെങ്കിലും എന്തെല്ലാം കഴിവില്ലായ്മകളുണ്ടെങ്കിലും സംഭവിക്കാൻ സാധ്യതയില്ല, അസംഭവ്യമാണെന്ന് ആര് പറഞ്ഞാലും അബ്രഹാമിനെ പോലെ നമുക്കും വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്? വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ചെയ്യാൻ ഞാൻ സേവിക്കുന്ന ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ ഉള്ളവർക്ക് ആ വാഗ്ദത്തത്തിന്മേൽ ജയം പ്രാപിക്കാൻ കഴിയും. സ്തോത്രം. ഈ വിശ്വാസമെന്ന് പറയുന്നത് അത്ര ചെറിയ കേസൊന്നുമല്ല. നമ്മൾ ഈ വിശ്വാസമെന്നൊക്കെ പല ആളുകളും, ഇന്നത്തെ ന്യൂജൻ പാസ്റ്റർമാരും ഇന്നത്തെ പല ആളുകളും വിശ്വാസത്തെയൊക്കെ വികലമാക്കി കളഞ്ഞു. ഈയിടെ ഒരാൾ പറയുന്ന കേട്ടു, വിശ്വാസമെന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് കാറ് തരുമെന്ന് നീ അങ്ങ് വിശ്വസിക്കണം. ഓ കൊള്ളാം. ദൈവം നിനക്ക് വണ്ടി തരുമെന്ന് വിശ്വസിക്കണം, ദൈവം നിന്നെ ഉയർത്തുമെന്ന് വിശ്വസിക്കണം. അങ്ങനെ പ്രസംഗിക്കാൻ പഠിപ്പിക്കാൻ ചെയ്യുന്നവരുണ്ട്. എനിക്കതൊരു ഫണ്ണി ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. കാരണം നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ വിശ്വസിക്കുന്നതല്ല വിശ്വാസം. ചിലതൊക്കെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുമ്പം സൈക്കോളജിക്കലായിട്ട് ഓട്ടോമാറ്റിക് നടന്നെന്ന് വരാം. പക്ഷെ അതൊന്നും വിശ്വാസമൊന്നുമല്ല. അങ്ങനെ വരുമ്പം അത് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പം ചിലത് നമ്മൾ അങ്ങനെ വിശ്വസിച്ചിട്ട് നടന്നില്ലെന്നിരിക്കും. ഒരു പുള്ളി വലിയ പാർട്ടിയാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, പേര് പറഞ്ഞാലും നിങ്ങൾക്കറിയാം. പുള്ളി പറയുന്നത് വീട്ടിൽ സോഫ വരും, വീട്ടിൽ ഫർണിച്ചർ വരും എന്നൊക്കെ വിശ്വസിക്കണമെന്നാണ് പറഞ്ഞത്. പുള്ളി വിശ്വസിച്ചു, വീട്ടിൽ ഫർണിച്ചറും സോഫ ആയിക്കൊന്നു. പക്ഷേ പുള്ളി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ജയിലിലും പോയി, സാമ്പത്തിക വെട്ടിപ്പിലൊക്കെ. അന്നേരം പുള്ളി വിശ്വസിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത, ജയിലിൽ പോവുകയില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിൻ്റെ മനസ്സിനകത്ത് രാവിലെ എഴുന്നേൽക്കുമ്പം തോന്നുന്ന കാര്യങ്ങളെല്ലാം നീ വിശ്വസിക്കുന്നതല്ല വിശ്വാസം. പിന്നെ എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദൈവം നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. നീ രോഗക്കിടക്കയിലാണെങ്കിലും, നീ ഡേഞ്ചർ സോണിലാണെങ്കിലും, നീ എത്ര പ്രതിസന്ധിക്കകത്താണെങ്കിലും ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദൈവം നിറവേറ്റും എന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. അല്ലാതെ നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്നതല്ല വിശ്വാസം. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. സ്തോത്രം. ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ സൗഖ്യമാക്കുമെന്ന്? അത് ദൈവം നിവർത്തിക്കുമെന്ന് വിശ്വസിക്കേ.
അത് പ്രാർത്ഥിക്കുമ്പോൾ നീ പറ, ദൈവമേ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ സൗഖ്യമാക്കുമെന്ന്. ഇപ്പോൾ ഞാൻ രോഗക്കിടക്കയിലാണ്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു നീ എന്നോട് പറഞ്ഞത് നിവർത്തിക്കും. വിശ്വസിക്കേ. നീ ഇപ്പോൾ ഫൈനാൻസസ് ക്രൈസിസിലാണോ? വിശ്വസിക്കേ. ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നിന്നെ ഉയർത്തുമെന്ന്? വിശ്വസിക്കേ. ക്ലെയിം ചെയ്യുക. ദൈവം നിന്നെ ഉയർത്തുമെന്ന് നീ വിശ്വസിക്കുമ്പോൾ തന്നെ അതിൻ്റെ വിടുതൽ സംഭവിക്കാൻ തുടങ്ങും. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ നിർവചനമാണ് 22-ാം വാക്യത്തിൽ പറഞ്ഞത്. എന്താ വിശ്വാസത്തിൻ്റെ നിർവചനം പറഞ്ഞത്? 21-ാമത്തെ വാക്യം, 21-ാം വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ നിർവചനമാണ് പറഞ്ഞത്. എന്ത്? അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഹല്ലേലൂയ. സംഭവിക്കാനൊരു സാധ്യതയില്ല, നിർജീവത്വമാണ്, കഴിവില്ല, അസംഭ്യമാണ്. എങ്കിലും അബ്രഹാം വിശ്വസിച്ചു. ഇനി ഒന്നുകൂടെ ഇറങ്ങി ഞാൻ പറയാം. 1, ദൈവത്തിൻ്റെ വിശ്വസ്തത. 2, ദൈവത്തിൻ്റെ ആശ്രയിക്കാൻ കൊള്ളാവുന്ന സ്വഭാവം. 3, ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മ. ആര് ഇതിൽ ആശ്രയിക്കുന്നോ അവരാണ് വാഗ്ദത്ത പൂർത്തിയിലെത്തുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ ആശ്രയിക്കാൻ കൊള്ളാവുന്ന സ്വഭാവം, ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയിൽ ആര് വിശ്വസിക്കുന്നോ അവരാണ് വാഗ്ദത്തത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന വിഷയത്തെ, ഈ വാഗ്ദത്തം സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല, അതാണ് നിന്നെ ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാൻ, പലപ്പോഴും ആ വാഗ്ദത്തത്തിൽ ആശ്രയിക്കാൻ നിന്നെ അടുപ്പിക്കാത്തത്. പക്ഷേ അപ്പോൾ നീ ജയിക്കേണ്ടത് ഈ മേഖലയിലൂടെയാണ്. സ്തോത്രം. അബ്രഹാമിനെ പോലെ വിശ്വാസത്താൽ നീ അതിനെ ജയിക്കണം. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വിഷയം ക്ലോസ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് തന്നെ പോകും. ബിയാറ്റിറ്റ്യൂഡ് എന്ന വിഷയമാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അതിലേക്ക് തന്നെ പോകും. എനിക്ക് പെട്ടെന്ന് ഒരു 2-3 ആഴ്ചയായിട്ട് ഈ വിഷയം പഠിപ്പിക്കണമെന്നൊരു നിയമം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സ്തോത്രം. 3-ാമത്തെ കാര്യം, വാഗ്ദത്തം വിശ്വസിക്കാൻ കഴിയാത്ത 3 കാര്യങ്ങൾ ആണ് നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു കാലതാമസം. 2, സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഇംപ്രോബബിലിറ്റി. 3-ാമത്തെ കാര്യം ഇമ്പോസിബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യം. അതിൻ്റെ കാര്യം അസാധ്യമാണ്. അപ്പോൾ ചിലർക്ക് തോന്നി ഇത് തന്നെയല്ലേ മുമ്പേ പറഞ്ഞ്. അല്ല. അതിൻ്റെ കാര്യം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പം വല്ലച്ചാതി സംഭവിച്ചു പോകും. ചില പറഞ്ഞിട്ടില്ലേ, മരിച്ചു പോകേണ്ടതാ, പക്ഷേ ഇപ്പോഴും ആൾ ജീവനോട് ഇരിപ്പുണ്ട്. ഡോക്ടർ പറഞ്ഞ 30 ദിവസം എന്നാണ് പറഞ്ഞത്, പക്ഷേ 4 വർഷമായിട്ട് ആളുണ്ട്. കണ്ടോ, സംഭവിക്കാൻ സാധ്യതയില്ല, പക്ഷേ സംഭവിച്ചു. ബൈ ചാൻസ് വല്ലച്ചാതി സംഭവിച്ചു പോകാം. അതിനകത്തൊരു 1% ഉണ്ട്. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്, പക്ഷേ നാടൻ ഭാഷ പറഞ്ഞാൽ വല്ലച്ചാതി സംഭവിച്ചു പോകാം, ബൈ ചാൻസ്. പക്ഷേ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതിനകത്ത് 0% ചാൻസ് പോലും ഇല്ല. 1% പറഞ്ഞ് ഞാൻ പറയാഞ്ഞത് 0% എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഇതിനകത്ത് ഒരു സൊല്യൂഷനുമില്ല, ഒരു സൊല്യൂഷനുമില്ല. പ്രൈസ് ഗാഡ്. എന്ന് പറഞ്ഞാൽ ചില വാഗ്ദത്തങ്ങൾ കേട്ടാൽ ഒരു നിലയിലും ഇത് നടക്കുകയില്ല. ഒരു നിലയിലും നടക്കുകയല്ല. നോ ചാൻസ്. സാധ്യതയെന്നല്ല, ഒരു നിലയിലും നടക്കില്ല. എനിക്ക് എൻ്റെ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. വേദപുസ്തകത്തിൽ നിന്ന് മാത്രം ചില കാര്യങ്ങൾ പറയാം. ഒരു നിലയിലും നടക്കാൻ സാധ്യതയില്ല.
അബ്രഹാമിൻ്റെ തന്നെ ചരിത്രം നോക്കാം. ഉൽപ്പത്തി 12:2 അബ്രഹാമിന് ആദ്യമായി വാഗ്ദത്തം കിട്ടുന്നത് എന്താണ്? വാഗ്ദത്തം കിട്ടുന്നത് അബ്രഹാമിനൊരു തലമുറ ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും. ഒരു തലമുറ ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യം വാഗ്ദത്തം കിട്ടുന്നത് 12:2. പക്ഷേ ആ വാഗ്ദത്തം നടക്കാൻ സാധ്യതയില്ല. എന്താ കാര്യം? നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് തിരിച്ചു വരാം. എബ്രായ ലേഖനത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരാം. 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഇവിടെ എന്താ വിഷയം? വാഗ്ദത്തം അബ്രഹാമിനോട് എന്താണ്? ഇവിടെയും 18-ാമത്തെ വാക്യത്തിൽ 2 പ്രാവശ്യം വാഗ്ദത്തം എന്ന് പറയുന്നുണ്ട്. 18-ാം വാക്യത്തിൽ അരുളപ്പാട് ലഭിച്ചു എന്നുണ്ട്, അത് വാഗ്ദത്തമാണ്. വീണ്ടും പറയുന്നു വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവനെന്ന്. കണ്ടോ, 2 പ്രാവശ്യം വാഗ്ദത്തം എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നു വാഗ്ദത്തം? 18-ാം വാക്യം. എന്താ വാഗ്ദത്തം? 18-ാം വാക്യം, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന വാഗ്ദത്തം. അപ്പോൾ അബ്രഹാമിനൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ഗാഡ്. പക്ഷേ ഈ വാഗ്ദത്തം നടക്കാൻ സാധ്യതയില്ല. അതിൻ്റെ കാര്യം, നമുക്ക് ഈ കഥയൊക്കെ അറിയാവുന്നത് കൊണ്ടാണ്, നമുക്ക് ഈ സ്റ്റോറിയൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ വാഗ്ദത്തം ആദ്യമായിട്ട് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലാണെങ്കിൽ ഇത് നടക്കാൻ സാധ്യതയില്ല. എന്താ സാധ്യതയില്ലാത്തതിൻ്റെ കാര്യം? ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്നുള്ള ഈ വാഗ്ദത്തം നടക്കുകയല്ല. അതിൻ്റെ കാരണം ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ ഏകജാതനായ മകനെ നീ എന്തു ചെയ്യണം? യാഗം കഴിക്കണം. അയ്യോ, അപ്പോൾ യാഗം കഴിക്കുകയാണ്. ഇസഹാക്ക് ഇവിടെ കൊല്ലപ്പെടാൻ പോകുകയാണ്, യാഗമാകാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ വാഗ്ദത്തം നടക്കുന്നത്? ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന ആ വാഗ്ദത്തം എങ്ങനെ നടക്കും? സ്തോത്രം. യാഗം കഴിക്കണം എന്ന് അബ്രഹാമിനോട് ഇസഹാക്കിന് യാഗം കഴിക്കണമെന്ന് പറയുന്ന സമയത്ത് ഇസഹാക്ക് വിവാഹം കഴിച്ചിട്ടില്ല, ഇസഹാക്കിന് ഒരു കൊച്ചു പോലുമില്ല. ആ സമയത്താണ് യാഗം കഴിക്കണമെന്ന് പറയുന്നത്. പക്ഷെ മറുഭാഗത്തൊരു വാഗ്ദത്തം കിടക്കുക. എന്താ? ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ തന്നെ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. കേട്ട വാഗ്ദത്തം ഒരു സൈഡിൽ കിടക്കുമ്പോൾ മറുഭാഗത്ത് അത് നടക്കാൻ സാധ്യത ഒട്ടുമില്ലാത്ത ഒരു സംഭവം ഉണ്ടായി. ആ സംഭവമാണ് ഇസഹാക്കിനെ യാഗം കഴിപ്പി. അതുമാത്രമല്ല, അബ്രഹാമിന് ഇനിയിപ്പം ഈ മകനെ യാഗം കഴിച്ചാൽ ദൈവം ഉയർപ്പിക്കുമെന്ന് വിശ്വസിക്കാനും പറ്റിയല്ല. കാരണം ഇതിനു മുമ്പ് ദൈവം ആരും ഉയർപ്പിച്ചിട്ടുമില്ല. ദൈവം ഉയർപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ അബ്രഹാമിന് ഇന്നലകളിൽ ആരെങ്കിലും ഉയർപ്പിച്ച ചരിത്രമൊട്ട് അറിയത്തുമില്ല. എന്നാൽ അബ്രഹാമിന് നേരെ ഈ ദൈവശബ്ദം വന്നപ്പോൾ അബ്രഹാം തിരിച്ച് ഒരു എക്സ്ക്യൂസ് പറയാതെ തൻ്റെ മകൻ ഇസഹാക്കിന് നേരെ യാഗം കഴിക്കാൻ കത്തി ഉയർത്തിയതിൻ്റെ പുറകിലെ മർമ്മം എന്താണെന്നറിയാമോ? ആ മർമ്മം അബ്രഹാമിൻ്റെ വിശ്വാസമാണ്. എന്താണ് ആ മർമ്മം? എന്തായിരുന്നു അബ്രഹാമിൻ്റെ ആ വിശ്വാസം? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. എനിക്കിതൊക്കെ പ്രസംഗിക്കുമ്പം
എന്തുവാ പ്രിയരെ? നമ്മൾ അബ്രഹാമിനെ 1000 കുറ്റം പറയുന്നുണ്ട്, ന്യൂനതയില്ലാത്ത മനുഷ്യൻ കാണുകയില്ല. പക്ഷെ ഇതെന്നവാ? ഒരു ഭാഗത്ത് എൻ്റെ മകൻ ഇസഹാക്കിൽ നിന്ന് ജനിക്കപ്പെടുന്നവർ എൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് വാഗ്ദത്തം കിടക്കുമ്പോൾ അത് നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത രീതിയിൽ ഒരു സംഭവം ഉണ്ടായി. മകനെ യാഗം കഴിക്കണം. പക്ഷേ യാഗത്തിന് വേണ്ടി യാഗപീഠമൊരുക്കി മകനെ കൈയും കാലും കെട്ടി യാഗപീഠത്തിൽ കിടത്തി കൊലക്കത്തി മകന് നേരെ ഉയർത്തുമ്പോഴും അബ്രഹാമിൽ യാതൊരു വികാരവുമില്ലാഞ്ഞതിൻ്റെ കാര്യം അബ്രഹാമിൻ്റെ അകത്തൊരു വിശ്വാസമുണ്ടായിരുന്നു. ഇന്നലകളിൽ ആരെയെങ്കിലും മരിച്ചവരെ ഉയർപ്പിച്ചത് കേട്ട ചരിത്രമില്ലെങ്കിൽ പോലും അബ്രഹാമിൻ്റെ അകത്തൊരു വിശ്വാസമുണ്ടായി. എൻ്റെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ശക്തനെന്ന് അബ്രഹാം ആ ദൈവത്തെ എണ്ണി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തൻ്റെ മകൻ മരിച്ചില്ല, പക്ഷെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുന്നവനെ പോലെ തൻ്റെ മകനെ തിരികെ പ്രാപിച്ചു. നമ്മൾ ഈ ലെവലിലേക്കൊക്കെ എത്തണമെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസംഗിക്കാൻ ഘോരഘോരാത്രമൊക്കെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഈ ലെവലിലേക്കൊക്കെ എത്തണമെങ്കിൽ പ്രിയരെ കുറച്ച് ബുദ്ധിമുട്ടും. സ്തോത്രം. ഞാനിവിടെ കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ അസാധ്യമെന്നൊരു വാക്കില്ല, ഇംപോസിബിൾ എന്നൊരു വാക്കില്ല. നമ്മുടെ ദൃഷ്ടിയിലുണ്ട്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിലില്ല. നമുക്ക് ചിലപ്പോൾ ആ വാക്തത്വം അസാധ്യമാണെന്ന് തോന്നും. പക്ഷെ ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ അങ്ങനൊരു വാക്കില്ലാത്തതുകൊണ്ടാണ് അവൻ നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചില വാക്തത്വങ്ങൾ നൽകി തന്നത്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം നോക്കുമ്പോൾ ചെങ്കടലിൻ്റെ തീരത്ത് ഇസ്രായേൽ നിൽക്കുകയാണ്. പുറകിൽ ഫറവോനും മുൻപിൽ ചെങ്കടൽ, 2 ഭാഗത്ത് കിഴക്കാൻ തൂക്കും മലകൾ. എന്തു ചെയ്യും? കടലിനകത്തൂടെ, കടലിന് മുകളിൽ കൂടെ പോകാൻ കഴിയില്ല, അസാധ്യമാണ്, ഒരിക്കലും നടക്കില്ല. ഇന്ന് വരെ കടലിൻ്റെ മീതെ പോയ ചരിത്രം മോശയും ഇസ്രായേലും കേട്ടിട്ടില്ല. പക്ഷേ വാക്തത്വമുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ വാക്തത്വമുണ്ട്. പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന്, ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുമെന്നൊക്കെ വാക്തത്വമുണ്ട്. പക്ഷേ വാക്തത്വം നടക്കാൻ സാധ്യതയില്ല. കാരണം അവരിപ്പോൾ ചെങ്കടലിൻ്റെ തീരത്താണ്. ജനത്തിൻ്റെ അഭിപ്രായം എന്താ? ജനം അഭിപ്രായം പറഞ്ഞു. 14:11 ജനം പറഞ്ഞു, ഇസ്രായേലിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? നീ ആ വാഗ്ദത്തം പിടിച്ചോണ്ട് നിന്നു എന്നൊക്കെ ജന അഭിപ്രായങ്ങൾ പറയും. പക്ഷെ ദൈവം എന്താ ചെയ്തത്? 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തെ ദൈവം മോശയോട് പറഞ്ഞു, മുന്നോട്ട് പോയിക്കൊള്ളുക. വാഗ്ദത്തമുള്ളവനോട് ഒരിക്കലും ദൈവം പിന്നോട്ട് വരാൻ പറയല. വാഗ്ദത്തമുള്ളവനോട് ദൈവത്തിന് എപ്പോഴും പറയാനുള്ളത് ഗോ സ്ട്രൈറ്റ്, മുന്നോട്ട് പോകുക. സ്റ്റക്കായി നിൽക്കുന്നവനെ ദൈവത്തിന് ഇഷ്ടമല്ല. കുഞ്ഞെ, നിൻ്റെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചെന്ന് കേട്ട് ആ വിഷയത്തിൻ്റെ മുന്നിൽ സ്റ്റക്കായി നിൽക്കുന്നവനെ ദൈവത്തിന് ഇഷ്ടമല്ല. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ മുന്നോട്ട് പോകുന്നവന് വേണ്ടിയാണ് ഇന്നുവരെ കാണാത്ത വഴി ദൈവം തുറക്കുന്നത്. മുന്നോട്ട് പോകുന്നവന് വേണ്ടിയാണ് കടലിനകത്തൂടെ ദൈവം വഴി തുറന്നത്. എൻ്റെ ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ അസാധ്യമില്ല. ഇന്ന് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, ചിലത് ഡിലേ ആകുന്നു എന്നുള്ള ചിന്തയാണ് വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കാനും വിശ്വസിക്കാനും നിന്നെ പുറകോട്ട് വലിക്കുന്നതെങ്കിൽ നീ അതിനെ ജയിക്കാനുള്ള മാർഗങ്ങൾ, നിൻ്റെ വിചാരവും ദൈവത്തിൻ്റെ വിചാരവും രണ്ടും രണ്ടാണ്. നിൻ്റെ ടൈം ടേബിളും ദൈവത്തിൻ്റെ ടൈം ടേബിളും രണ്ടും രണ്ടാണ്. നിൻ്റെ ക്ലോക്കും ദൈവത്തിൻ്റെ ക്ലോക്കും രണ്ടും രണ്ടാണ്. ചിലത് സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്ന വാഗ്ദത്തങ്ങളാണെങ്കിൽ ഇത് അസംഭവ്യമാണ്, ഇത് സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് ചിന്തിക്കുന്ന വാഗ്ദത്തങ്ങളാണ് നിന്നെ വിശ്വസിക്കാൻ പുറകോട്ട് വലിക്കുന്നതെങ്കിൽ വിശ്വാസത്താൽ ഏത് വാഗ്ദത്തങ്ങളെയും സംഭവ്യമാക്കി തീർക്കാം. ഇത് സംഭവിക്കത്തില്ല, ഇമ്പോസിബിൾ, അസാധ്യമെന്ന് നീ കരുതുന്ന വാഗ്ദത്തങ്ങളാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ അങ്ങനെ ഒരു വാക്കില്ല, അസാധ്യമെന്നൊരു വാക്കില്ല.
അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്നവർ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം ഏതുമാകട്ടെ, ഇന്ന് കേട്ട ഈ വചനം ആ വിഷയത്തിൽ അപ്ലൈ ചെയ്യുക. ആ വിഷയത്തിനകത്ത് വേഗം ഒരു റിസൾട്ട് വെളിപ്പെടാൻ പോകുകയാണ്. ഒരുമിച്ച് തലകളെല്ലാം വണക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. 3 ക്ലാസ്സുകളായി വാഗ്ദത്തത്തെക്കുറിച്ച് ദൈവാത്മാവ് വളരെ ക്ലിയറായിട്ട് നിരവധി കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് നമ്മളതിന്മേൽ 3-ാമത്തെ ക്ലാസ്സിൽ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാനും സംശയിക്കാനുമൊക്കെ സാധ്യതയുള്ള 2 കാര്യങ്ങൾ കൂടെ കേട്ടു. ദൈവാത്മാവ് അതിനെ ജയിക്കാൻ നിൻ്റെ അകത്തുനിന്ന് പുറത്തു വരേണ്ട വിശ്വാസത്തിൻ്റെ തലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ഇന്ന് നമുക്ക് ആ വചനത്തിൽ അഗാധമായി വിശ്വസിക്കാം. കണ്ണുകളെല്ലാം അടയ്ക്കാം. പിതാവേ, നൽകിത്തന്ന നല്ല തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വാഗ്ദത്തത്തിൽ അവർ ആഴമായി വിശ്വസിക്കുവാനും ആ വാഗ്ദത്തം ചെയ്തവനിലും ആശ്രയിപ്പാൻ ദൈവം അവരെ ഒരു പടി കൂടെ അവരുടെ വിശ്വാസത്തിൻ്റെ തലത്തെ ഓപ്പൺ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കും. ഞാനിവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മഹത്വം കർത്താവിടുക്കും പ്രാർത്ഥനകൾക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിൻ്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ മേഘപ്രത്യക്ഷ